അതൊരു കാര്യമുള്ളത്. സാറിന് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ട്. യു ആർ എൻജോയിങ് എ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഇതിനകത്ത് ബൈലോ എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പഠിച്ചിട്ട് പറയണം, എനി റെഗുലർ മെമ്പർ എനി എന്ന വാക്കോടെ വന്നതാണ് പ്രശ്നം. സാർ യു ക്യാൻ ടേക്ക് യൂസ് ദ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. Any regular member who has got 3 or more number of pictures censored to his credit will be eligible for occupying any post as an office bearer. Any regular member. Yes. I admit I'm a regular member. Who has got 3 or more number of pictures censored to his credit. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രജിസ്റ്റർ ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ക്രെഡിറ്റിൽ മെമ്പർഷിപ്പ് അത് മെമ്പർഷിപ്പ് ആണ്. മെമ്പർഷിപ്പ് ഫോമിനാണ് അത്. ഞാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ അങ്ങനെ പറഞ്ഞേ എനി റെഗുലർ മെമ്പർ. നൗ ഐ എം എ റെഗുലർ മെമ്പർ. അപ്പൊ എന്റെ പേരിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് റിജക്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. അല്ല അത് ഓൾറെഡി എന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. In the case of a partnership firm, any one of the partners whose name and signature is affixed to the application form will be eligible. സർ ഞാനൊരു കാര്യം ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഒരാളൊരു കട തുടങ്ങി, അപ്പുറത്ത് പോയി വേറൊരു കട തുടങ്ങിയാൽ ഈ കടയുടെ ഓണർ അയാൾ അല്ലാണ്ടാവും? ഇല്ലല്ലോ. ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് സാന്ദ്ര തോമസിന്റെ പേര് ഒഫീഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഉണ്ടല്ലോ. അത് അവരോട് എടുത്തു തരാൻ പറ. അവരെടുത്തു തരാത്ത എന്താണ്? അത് അവരോട് എടുത്തു തരാൻ പറയൂ. ഒഫീഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഞാൻ സാറിനെ കാണിച്ചാണ്. സാറിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നില്ല. ഞാൻ സാറ് കണ്ടോളൂ. സാറിന്റെ കയ്യിൽ എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന 3 സിനിമകളാണ്. എന്റെ വേറെ ആരും ഇതിനകത്തില്ല. സാന്ദ്ര തോമസ് എന്ന പേരിൽ മാത്രമാണ്. സാർ എന്നെ മുമ്പേ പറഞ്ഞു ക്ലോസ് നമ്പർ 41 പ്രകാരം കമ്പനിയെ റെപ്രസെന്റ് ചെയ്യേണ്ട മാനേജിംഗ് പാർട്ണറാണ്. ഞാൻ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തർക്കമില്ല. നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് ഈ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം ആ സെൻസർ പറയുന്നത് 3ാമത് 4ാമത് സെൻസർ അതൊന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരാളതാ ഞാൻ പറഞ്ഞു. ഒരാൾ 10 പടം ചെയ്തു. അയാൾ ഇവിടെ 4 പടമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അയാൾ 10 പടം ചെയ്തില്ല എന്നല്ലോ. ആ 10 പടത്തിൽ ഏതെങ്കിലും 3 പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് മത്സരിക്കാം. ഇതിനാണ് ബൈലോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾ ഈ പോസ്റ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ അവർ 3 പടമെങ്കിലും ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടാണ് അല്ലെ? അപ്പൊ ഞാൻ 3 പടം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എന്ത് കാര്യമാണെങ്കിലും നിഷ്പക്ഷമായി സാറിനെ പോലെ ഒരാൾ ഇവിടെ